വലിയ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. സെമി ഫൈനൽ പാർട്ട് 1 ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആർസണൽ വേഴ്സസ് PSG. നമ്മളിപ്പം ബാർസലോണ വേഴ്സസ് ഇന്റർ മിലാൻ നോക്കും. ആകെ മൊത്തം ബാർസലോണ ഇതുവരേക്കും കളിച്ച കളികൾ, അതായത് ബാർസലോണയും ഇന്റർ മിലാനും കളിച്ച കളികളുടെ എണ്ണം 12. ബാർസലോണയും 12, ഇന്റർ മിലാനും 12. ഇനി നമുക്ക് ഇവർക്ക് എത്ര വിന്ന്, ഡ്രോ, ലോസ് അത് നമുക്ക് നോക്കാം. അതിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇന്റർ മിലാൻ തന്നെയാണ്. ഇന്റർ മിലാൻ കളിച്ച കളികളിൽ നിന്ന് 9 കളി ജയിച്ചിട്ടുണ്ട്, 2 കളി ഡ്രോ, ആകെ ഒരൊറ്റ ലോസാണ് ഇത്രയും മാച്ചസിൽ നിന്ന്, അതായത് 12 മാച്ചസിൽ നിന്ന് ചാമ്പ്യൻസ് ലീഗിൽ ഒരൊറ്റ ലോസ് മാത്രമേ ഉള്ളൂ ഇന്റർ മിലാന്. ഇനി നമ്മൾ ബാർസലോണയിലേക്ക് വരുമ്പോഴോ സെയിം വിന്നാണ്, 9 വിൻ, 1 ഡ്രോ, 2 ലോസ്. ഈ 2 ലോസ് എന്ന് പറയുന്നത് അതിൽ ഒന്ന് ലീഗ് സ്റ്റേജിൽ വെച്ചിട്ട് മോണക്കോയുമായിട്ടാണ്, രണ്ടാമത്തെ ലോസ് എന്ന് പറയുന്നത് ഡോട്ട്മണ്ടുമായിട്ട് സെക്കൻഡ് ലെഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ വെച്ചിട്ടാണ്, അതായത് ഇപ്പോൾ ലാസ്റ്റ് കളിച്ച കളി ബേസിക്കലി. ഇനി നമുക്ക് ഗോൾസ് എത്ര സ്കോർ ചെയ്തു, എത്ര ക്ലീൻ ഷീറ്റ്, എത്ര കൺസീഡ് ചെയ്തു, അതിലേക്ക് വരാം. അതിലും മുന്നിട്ട് നിൽക്കുന്നത് ഇന്റർ മിലാൻ തന്നെയാണ്. കാരണം എന്താണ് ഞാൻ ഇന്റർ മിലാന് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 12 കളികളിൽ നിന്ന് അവർക്ക് 8 ക്ലീൻ ഷീറ്റ്സ് ആണ്. ഇതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റാറ്റ് അവർക്ക് മുൻതൂക്കം കൊടുത്തത്. കാര്യം ശരിയാണ്, ഗോൾ ഡിഫറൻസിൽ ബാർസലോണയായിരിക്കും മുന്നിൽ നിൽക്കുന്നതെങ്കിലും പക്ഷേ ക്ലീൻ ഷീറ്റിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ഇന്റർ മിലാൻ തന്നെയാണ്. നമുക്കൊന്ന് പെട്ടെന്ന് ഏറ്റവും ലാസ്റ്റ് ലൈനിലേക്ക് പോകാം. ഗോൾസ് കൺസീഡഡ് പെർ ഗെയിം. അത് ഇന്റർ മിലാൻ ഗോൾസ് എത്രയാണ്, ഓരോ ഗെയിമിലും എത്ര ഗോൾസ് കൺസീഡ് ചെയ്തതെന്ന് ഒന്ന് നോക്കിയേ. 0.42, അതായത് അര ഗോളിനും താഴെയാണ് അവർ ഓരോ മാച്ചിലും കൺസീഡ് ചെയ്യുന്നത്. അത്രയ്ക്ക് നല്ല ഒരു ഡിഫെൻസീവ് സ്ട്രക്ചറാണ്. നമ്മൾ ഇത് കഴിഞ്ഞ് ഇൻസാഗിയുടെ ഫോർമേഷനും പൊസിഷനിസവും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷേ എന്നാൽ പോലും അവരുടെ ആ ഒരു ടീം എഫേർട്ട്, അവരുടെ ആ ഒരു സ്ട്രോങ് ഡിഫെൻസീവ് എഫേർട്ട് ഈ സ്റ്റാറ്റിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 0.42 ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ഡിഫെൻസീവ് പെർഫോമൻസ്. കളിച്ച 12 കളികളിൽ നിന്ന് 8 ക്ലീൻ ഷീറ്റ്. വാട്ട് ആൻ അച്ചീവ്മെൻറ്റ് ബൈ ഇൻസാഗി അല്ലേ. അപ്പം നേരെ നമുക്ക് പിന്നെ തിരിച്ച് ഗോളുകളിലേക്ക് വരാം. ഗോൾ അടിക്കാൻ നമ്മുടെ ബാർസലോണ ഭയങ്കര മിടുക്കന്മാരാണ്. നിങ്ങൾക്ക് കാണാം 37 ഗോളുകളാണ് അടിച്ചിരിക്കുന്നത്, 17 ഗോള് കൺസീഡ് ചെയ്തിരിക്കുന്നു. അതേസമയം ഇന്റർ മിലാൻ 19 ഗോൾ അടിച്ചിരിക്കുന്നു, വെറും 5 ഗോളാണ് 12 ഗെയിമിൽ നിന്ന് കൺസീഡ് ചെയ്തിരിക്കുന്നത്, വെറും 5 ഗോള്. ഇനി നമുക്ക് ഗോൾസ് പെർ ഗെയിമിലേക്ക് വരാം. ബാർസലോണ ഒരു ഗെയിമിൽ ആവറേജ് സോഫാർ, അതായത് ഇതുവരേക്കും 12 ഗെയിമുകളിൽ നിന്നും ആവറേജ് അവരുടെ ഗോൾ സ്കോറിംഗ് എന്ന് പറയുന്നത് 3.08 ആണ്. ഒരു ഗെയിമിൽ അവർ 3 ഗോൾ അടിക്കാറുണ്ട് ആവറേജ്. അതാണ് അവരുടെ സ്റ്റാറ്റ്. അമേസിങ് സ്റ്റാറ്റ്. ഇതൊന്നും അത്ര സർപ്രൈസിങ് അല്ല. യമാൽ, ലെവൻഡോസ്കി, റഫീനിയ, ഫെർമിൻ, പെഡ്രി എന്നിവരൊക്കെ ഉള്ള ടീമിൽ ഈ സ്റ്റാറ്റ് ഒന്നും അത്ര അത്ഭുതമല്ല. അതേസമയം ഇന്റർ മിലാൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 1.59 ആണ്, അതായത് 1.5 ഗോൾ എന്ന് നമുക്ക് പറയാം. മോശമല്ലാത്ത സ്റ്റാറ്റ്. പക്ഷേ അതിനെ അവർക്ക് അത്ര അടിച്ചാൽ മതി, കാരണം അവർ ഗോൾ കൺസീഡ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ, 0.42. അതേസമയം ബാർസലോണയോ 1.42, ഒരു ഗോളിലേക്കാട്ടിലും കൂടുതൽ എല്ലാ മാച്ചിലും അവർ കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു ആവറേജ് ആണ് കേട്ടോ. ഈ ഒരു സ്റ്റാറ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാർസലോണയെക്കാട്ടിലും എഫിഷ്യൻ്റ് ആണ് ഇന്റർ മിലാൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 1.59 ഗോൾസ്, വെറും 0.42 ആണ് അവരുടെ ഗോൾ കൺസീഡിങ് പെർ ഗെയിം റേഷ്യോ. പക്ഷേ അതേസമയം ബാർസലോണയാണെങ്കിലോ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും എന്നുള്ളൊരു മട്ട. ഇനി നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യേണ്ട, നേരെ സ്ക്വാഡിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ ബാർസലോണ സ്ക്വാഡിലേക്ക് പോകാം. ഷെസ്നി ഇൻ ഗോൾ. ഇവരുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് 4-2-3-1 ആണ്. പക്ഷേ ഈ ഫോർമേഷനൊന്നും ഫിക്സ്ഡ് ഒന്നുമല്ല, അതിങ്ങനെ കളിക്കടയിൽ മാറിയും തിരിഞ്ഞും ഒക്കെ നിൽക്കും. ഈ ഇൻസാഗിയുടെ ടീമാണെങ്കിലും ശരി, ഫ്ലിക്കിൻ്റെ ടീമാണെങ്കിലും ശരി, അവരിങ്ങനെ ഗെയിമിനനുസരിച്ച്, ഒപ്പോസിഷൻ അനുസരിച്ച്, ഗെയിമിൻ്റെ ടെമ്പോ അനുസരിച്ച് അവരുടെ പൊസിഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാക്ടിക്കൽ ജീനിയസസ് ആണ് ഈ ഹൻസി ഫ്ലിക്കും ഇൻസാഗിയും. അങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്ന 2 ബ്രില്യൻറ്റ് മാനേജേഴ്സാണ് ഈ ഒരു സെമി ഫൈനലിൽ ഒത്തുകൂടിയിരിക്കുന്നത്. സോ
ഇൻ ഗോൾ ഷെസ്നിയുടെ അടിപൊളി പെർഫോമൻസ് നമ്മൾ കണ്ടതാണല്ലോ ബെൻഫീക്കെതിരെ. നല്ലൊരു ഷോട്ട് സ്റ്റോപ്പറാണ് ഷെസ്നി. പണ്ട് ആർസണലിന് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് ഫോറിലേക്ക് വരുമ്പം ബാൽഡെ, മാർട്ടീനസ്, കുബാർസി, വെറും 17 വയസ്സേ ഉള്ളൂ. പിന്നെ കുണ്ടെ. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ പെഡ്രി, ഫ്രാങ്കി ഡി ജോങ്. പിന്നെ ഓഫ് കോഴ്സ് ഫോർവേഡിലേക്ക് വരുമ്പം റഫീനിയ, ഫെർമിൻ, യമാൽ ആൻഡ് ലെവൻഡോവ്സ്കി. 90% ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അഥവാ ഇഞ്ചുറീസ് ഒന്നും വന്നില്ലെങ്കിൽ. സോ നമുക്കിനി ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരെ ഇൻസാഗിയുടെ ഇൻ്റർ മിലാനിലേക്ക് പോവാം. ദ മോസ്റ്റ് ഡൈനാമിക്, ദ മോസ്റ്റ് അഡാപ്റ്റബിൾ എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് വിവരിക്കാൻ പറ്റുന്ന ഒരു ടീം. ഞാൻ ഈ സെമി ഫൈനലിനെ പറ്റി വീഡിയോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇൻസാഗിയുടെ ടാക്ടിക്കൽ ജീനിയസിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയാൻ സാധിച്ചത്. ഞാൻ അതിൽ ഖേദിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും വലിയൊരു മാസ്റ്റർ മൈൻഡ് അങ്ങ് ഇറ്റലിയിൽ ഒരുപാട് എക്സ്പെരിമെൻ്റ് നടത്തുന്നുണ്ടെന്ന് എനിക്ക് ഐ വാസ് ഇഗ്നോറൻറ്റ് ടു ദാറ്റ് ഫാക്റ്റ് എന്ന് തന്നെ പറയണം. കാരണം ഞാൻ കൂടുതലും ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ടാക്ടിക്കൽ ജീനിയസ് എൻ്റെ കൺമുന്നിൽ ഉണ്ടായിട്ട് പോലും എനിക്ക് കാണാൻ പറ്റാതെ പോയി. നമുക്ക് അതിലേക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ഇൻ്റർ മിലാൻ്റെ ലൈനപ്പ് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇൻ ഗോൾ യാൻ സോമർ, എഗെയിൻ അനദർ ഗ്രേറ്റ് ഷോട്ട് സ്റ്റോപ്പർ, സ്വീപ്പർ കീപ്പർ എന്ന് തന്നെ വേണേൽ പറയാം. പിന്നെ ബാക്ക് ലൈനിൽ ബാസ്റ്റോണി, അക്കർബി, പിന്നെ ബെഞ്ചമിൻ പവാർഡ്. അവരെ സപ്പോർട്ട് ചെയ്യുന്നത് വിങ് ബാക്കായിട്ട് ഓഗസ്റ്റോയും ഡർമെയിനും. പിന്നെ മിഡിൽ മിക്കറ്റാരിയൻ, കൽഹനൂലു, ബെറല്ല, ഇവർ മൂന്നും മിഡിൽ. പിന്നെ ഫോർവേഡിൽ മാർട്ടീനേസും തുറാമും. ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ തന്നെയെന്ന് പറയാം, ഇങ്ങനെ തന്നെയായിരിക്കും ഇൻസാഗി ബാർസലോണയ്ക്കെതിരെ ടീം സെറ്റപ്പ് ചെയ്യുന്നത്. ഈ ഫുട്ബോള് ടാക്ടിക്കലായിട്ട് ഫോളോ ചെയ്യുന്ന കുറേ പേരുണ്ട്. അവർക്കിതൊരു ബിരിയാണി കഴിക്കുന്ന ഫീലായിരിക്കും ഈ കളി കാണുമ്പോൾ കിട്ടാൻ പോകുന്നത്. എസ്പെഷ്യലി ഈ മാച്ച് ഇൻസാഗി വേഴ്സസ് ഫ്ലിക്ക്. 2 പേരും ടാക്ടിക്കൽ ലൂണറ്റിക്സ് അല്ലെങ്കിൽ ടാക്ടിക്കൽ സൈക്കോസ് എന്ന് തന്നെ പറയണം. ഭ്രാന്തന്മാർ ശരിക്കും. കാരണം ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് പഠിച്ചപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നമുക്കിപ്പോൾ ഇവിടെ കാണുന്നതിൻ്റെ കൂട്ട് തന്നെ ഈ പറയുന്ന മിക്കറ്റാരിയനും ഈ പറയുന്ന കൽഹനൂലും എല്ലാവരും ഡിഫൻസിലേക്ക് ഇറങ്ങി വന്ന് ഗോൾ കീപ്പറിൻ്റെ അടുക്കൽ നിന്ന് റിസീവ് ചെയ്ത് ഈ പറയുന്ന പവാഡിനെയും ഈ പറയുന്ന ബസ്റ്റോണിനെ എല്ലാവരെയും മുകളിലോട്ട് കയറ്റി വിട്ട്, അതായത് മിഡിലേക്ക് കയറ്റി വിടുന്ന ടൈപ്പിലുള്ള ഒരു ഓവർലാപ്പിംഗ് ഗെയിമൊക്കെ ഇൻസാഗിയുടെ പോക്കറ്റിനകത്ത് ഇരിപ്പുണ്ട്. വളരെ അൺപ്രെഡിക്റ്റബിൾ എന്ന് തന്നെ പറയാവുന്ന ഒരു ഫോർമേഷൻ സെറ്റപ്പാണ് ഇൻസാഗിയുടേത്. വളരെ വെർട്ടിക്കൽ ഗെയിമാണ്. എത്രയും പെട്ടെന്ന് ബോൾ ഫ്രണ്ടിലെത്തിക്കുക. ഇതുപോലെ തന്നെയാണ് ഫ്ലിക്കിൻ്റെ മെൻറ്റാലിറ്റി. ഫ്ലിക്ക് ഓപ്പൺലി പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടത് ഗോളാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഈ ടിക്കി ടാക്ക പാസസിനെക്കാട്ടിലും എനിക്കിഷ്ടം എത്രയും പെട്ടെന്ന് ഗോൾ സൈഡിലേക്ക് എത്തിക്കുക, എത്രയും പെട്ടെന്ന് ഗോൾ അടിക്കുക. അതുകൊണ്ട് അവർ ഇച്ചിരി ഹൈ ലൈനിൽ തന്നെയാണ് കളിക്കുകയും ചെയ്യുന്നത്. ഏതാണ്ട് അതേ അപ്രോച്ച് തന്നെയാണ് ഇൻസാഗി എടുക്കുന്നത്. പക്ഷേ ഇൻസാഗിയുടെ കുറച്ചുകൂടെ എന്താ പറയുക, ബാലൻസ്ഡ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ബാക്കൊക്കെയാണ് ഒപ്പോസിഷൻ ടീമിൻ്റെ ഡിഫൻഡറിനെ പ്രസ് ചെയ്യുന്നത് സെൻറ്റർ ബാക്കുകളാണ്. അത്ര അഡ്വാൻസ് ആയിട്ട് വരേക്കും അഡാപ്റ്റ് ചെയ്തു പോകുന്ന ഒരു ടാക്ടിക്കലി ഡ്രില്ല് ചെയ്ത ഒരു ടീമാണ് ഇൻസാഗിയുടെ ഇൻ്റർ മിലാൻ. പക്ഷേ സൈഡ് ലൈനിൽ കാണുമ്പം നോട്ട് മച്ച് ഡ്രാമ. അത്രയും ഡ്രാമയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഹൗ എഫക്റ്റീവ്, എന്ത് എഫക്റ്റീവാണ് ഇൻസാഗിയുടെ ട്രെയിനിങ് ഓരോ ദിവസവും ട്രെയിനിങ് ഗ്രൗണ്ടിലെന്ന്. അവിടെ കിടന്ന് അലക്കേണ്ട കാര്യമില്ല ഒരുപാട് ഗെയിം നടന്നുകൊണ്ടിരിക്കുമ്പം. ബിക്കോസ് പ്ലെയേഴ്സ് ആർ ഡ്രിൽഡ് ഇൻ സെവറൽ വേ. എങ്ങനെ കളിക്കണം, ഏത് രീതിയിൽ, എപ്പോൾ എങ്ങനെ കളിക്കണമെന്ന്. സോ ഈസ് ഹൻസി ഫ്ലിക്കിൻ്റെ ടീം വളരെ ഡൈനാമിക്കാണ്, വളരെ ഇതാണ്. പക്ഷേ
ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി എലമെൻ്റ് ഇല്ല നമ്മുടെ ഹൻസി ഫ്ലിക്കിലേക്ക് വരുമ്പോൾ. പക്ഷേ ഈ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി എലമെൻറ്റ് ഉള്ളത് ഇൻസാഗിയുടെ ടീമിനാണ്. സോ ഞാനിതിനെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രഡിക്റ്റബിലിറ്റി വിസസ് അൺപ്രഡിക്റ്റബിലിറ്റി, ഇതെങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത് എന്നാണ് ഈ ഗെയിമിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഉറ്റുനോക്കുന്ന ഒരു മെയിൻ ഒരു റീസൺ. അത്രയേ ഉള്ളൂ.